ഹലോ മൈ ലൈഫ് ബാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് നാടൻ സ്റ്റൈലിൽ വറുത്തരച്ചിട്ടൊരു കോഴിക്കറി ഉണ്ടാക്കിയാലോ? വായോ, എല്ലാവരും വായോ. അടിപൊളിയാണ് കേട്ടോ. എനിക്ക് നാടൻ കോഴി എവിടെ നിന്ന് കിട്ടിയെന്നൊന്നും ചോദിക്കണ്ട. ഇവിടെ ഒരു ഗ്രോസറി ഷോപ്പിൽ നാടൻ കോഴി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, അവന് നമുക്കങ്ങ് കറി വെക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ തേങ്ങയൊക്കെ വറുത്തരച്ച് നമ്മുടെ നാടൻ സ്റ്റൈലിലുള്ള കോഴിക്കറി ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ അതിൻ്റെ മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ കോഴിക്കറി വെക്കാനായിട്ട് നമുക്ക് എന്തായാലും കോഴി വേണമല്ലോ അല്ലേ. അപ്പോൾ ഇതുണ്ടോ, നാടൻ കോഴിയാണ്. അതിന് പീസാക്കിയിട്ട് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമ്മൾ കഴുകി വാരി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്യാനൊന്നും ഞാൻ നിൽക്കുന്നില്ല, പെട്ടെന്ന് തന്നെ കറിയാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിനെ ഒരു സൈഡിൽ വെക്കാം. അപ്പോൾ നമുക്ക് തേങ്ങ വറുക്കാം. തേങ്ങ വറുക്കണ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ചുവന്നുള്ളി, കറിവേപ്പില, പിന്നെ ഗ്രാമ്പൂ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് വറുത്ത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ അത് തണുക്കണ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടുക് പൊട്ടിച്ചു. നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, സവോള, പിന്നെ പച്ചമുളകും, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ്, നമ്മൾ സാധാരണ ചിക്കൻ കറിക്ക് അരിയുന്ന രീതിയിൽ അരിഞ്ഞിട്ട് അതൊന്നും നമ്മൾ വഴറ്റിയെടുക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായി ഇച്ചിരി സമയമെടുത്ത് തന്നെ വഴറ്റിയെടുക്കാൻ ഓർക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വാടി കിട്ടും എന്നുള്ളത് കൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് വഴറ്റണ സമയം കൊണ്ട് തന്നെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചേക്കുന്ന തേങ്ങയുടെ ചൂട് ആറിക്കഴിയുമ്പോൾ നമുക്കത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയും കൂടെ ചെയ്യാം. അപ്പോൾ ഈ ഉള്ളി വഴണ്ട് വരുമ്പോൾ അതിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്ന ചിക്കൻ മസാലയും കുറച്ച് കാശ്മീരി ചില്ലി പൗഡറുമാണ് കേട്ടോ. അതൊരു 2-3 ടീസ്പൂണോളം അളവിലുള്ള ചിക്കൻ മസാലയും, പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ഇച്ചിരി കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള നമ്മളുടെ കാശ്മീരി ചില്ലി പൗഡറുമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നന്നായിട്ട് ഇളക്കി അതിൻ്റെ എണ്ണ തെളിയുന്നവരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചേക്കുന്ന ചിക്കൻ്റെ പീസസും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ 1 കപ്പ് വെള്ളം കൂടി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു, കുറച്ച് ചാറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുമല്ലോ, കുറച്ച് ചാറായിട്ട് കിട്ടുമ്പോൾ. കാരണം തേങ്ങയും കൂടെ ചേർക്കുമ്പോഴത്തേക്കും അത് തിക്കായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ വേവിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ്. ഇത് ഹാർഡ് ചിക്കനാണ്, നാടൻ കോഴിയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം എടുത്തിട്ടാണ് ഇത് വെന്ത് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇതുണ്ടോ, എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, മറന്നു പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ. ആരും ലൈക്ക് ചെയ്യാറില്ല. എനിക്ക് വ്യൂസ് കിട്ടുന്നുണ്ടെങ്കിലും ലൈക്കും ഷെയറും ഒക്കെ ഭയങ്കര കുറവാണ്. പ്ലീസ് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാനത് ഒരു 10-15 മിനിറ്റ് നേരം നന്നായിട്ട് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നോക്കുമ്പോൾ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇനി നമ്മളുടെ തേങ്ങയുടെ മിക്സ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഈ തേങ്ങയുടെ മിക്സും കൂടെ, തേങ്ങ നമ്മൾ ഓൾറെഡി അതിനകത്ത് നമ്മളുടെ സ്പൈസസ് എല്ലാം ആഡ് ചെയ്തിട്ടാണല്ലോ നമ്മൾ വറുത്തെടുത്തേക്കുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും അടിപൊളി ഫ്ലേവർ വരും. ഇത് കണ്ടോ, ഇത് നല്ല പൊടിഞ്ഞ പോലെ കിട്ടിയേക്കുന്നത്, നല്ല പേസ്റ്റ് പോലെ നല്ല പൊടിഞ്ഞ രീതിയിലാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കത് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മളുടെ വറുത്തരച്ച കോഴിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇട്ടുകൊണ്ട് ഇളക്കി വേവിക്കേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ തിളപ്പിച്ചെടുക്കാം. പിന്നെ ചാറ് നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം മതിയെന്ന് തോന്നി, അതുകൊണ്ട് അങ്ങനെ തന്നെ വെച്ചു. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ കറി. അപ്പോൾ അത്രയേ ഉള്ളൂ, ബൈ.